വാട്സാപ്പിൽ ഓട്ടോ റിപ്ലൈ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചില വ്യക്തികളുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ച ഉടനെ തന്നെ നമുക്കൊരു റിപ്ലൈ വരും. അദ്ദേഹം ബിസിയാണ്, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലാണ്, അല്ലെങ്കിൽ വർക്കിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെങ്ങനെ നമ്മൾ മെസ്സേജ് അയച്ച ഉടനെ തന്നെ, അദ്ദേഹം ആ മെസ്സേജ് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, ഉടനെ തന്നെ നമുക്ക് മെസ്സേജ് റിപ്ലൈ ആയിട്ട് വരുന്നത്? അദ്ദേഹം ഓട്ടോ റിപ്ലൈയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ്. ഇത് നമുക്കും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഫേസ്ബുക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഈ ലിങ്ക് കാണുന്നില്ല എങ്കിൽ ഫേസ്ബുക്കിൻ്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ഫോളോ ചെയ്തവർക്ക് മാത്രമാണ് കമൻറ്റ് ബോക്സിൽ ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പല ആളുകൾക്കും ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയില്ല. യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ കാണുന്ന എഴുത്തുണ്ടല്ലോ, അവിടെ ഒരു മോർ എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും മുകളിൽ തന്നെ ആപ്പ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ അതിലൂടെയും എങ്ങനെയാണ് ഈ ലിങ്ക് എടുക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് കാണാൻ സാധിക്കും. ആ കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരു കണ്ടിന്യൂ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇനി കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇതുപോലെ എഴുതിയായിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യാണ്. താഴേക്ക് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും, ഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ ഇവിടെ കാണുന്ന ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യുക എന്നൊക്കെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.